പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വചനവുമായി വീണ്ടും വരുവാൻ കൃപ നൽകിയ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം 1 യോഹന്നാൻ 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. പരസ്പരം സ്നേഹിക്കുവിൻ. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേലിനെ പോലെ ആകരുത്. എന്തു കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അവിടെ മെയിനായിട്ട് പറയുന്നത് അസൂയ കൊണ്ടാണ് അവൻ തൻ്റെ സഹോദരനെ കൊന്നത്. കായേൽ ആബേലിനെ കൊന്നത് അസൂയ നിമിത്തമാണ്. അപ്പോൾ നമ്മിൽ അസൂയ കുടികൊള്ളുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവാൻ അത് വിഘ്നമായി തീരും. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്യുമ്പോൾ ഈ ലോകം നമ്മളെ ദ്വേഷിക്കും. അത് തന്നെയാണ് പ്രൂഫ്. നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ പാതയിലാണ് നമ്മൾ ചരിക്കുന്നതിൻ്റെ ഒരു പ്രൂഫായിട്ടുള്ളത്. ഇന്നത്തെ സൊസൈറ്റി നമ്മളെ പലപ്പോഴും തിരസ്കരിക്കും, നമ്മളെ ദ്വേഷിക്കും. അപ്പോൾ നമ്മൾ ആനന്ദിക്കുവാൻ, കാരണം നമ്മൾ യഥാർത്ഥ പാതയിലാണെന്ന് നമുക്ക് തന്നെ അത് ബോധ്യപ്പെടുത്തി തരും. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ്. നിന്നെപ്പോലെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക. എല്ലാ ക്രിസ്തു അനുയായികളും ചെറുപ്പകാലം മുതൽ അവർ എന്ന് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ കേട്ടിട്ടുള്ള വചനമാണ്: നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പക്ഷെ ഇന്നത്തെ വചനങ്ങൾ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്ന വചനം കൂടുതൽ ആഴത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നമ്മിൽ അസൂയയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരരെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇവിടെ കർത്താവ് പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്.
ഈ വചനത്തിലൂടെ യോഹന്നാൻ പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. അതിൻ്റെ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെയോ പരപുരുഷനെയോ ലൈംഗികേച്ഛയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ നമ്മളെ പറയുന്നത്. സഹോദരനെ വെറുക്കുന്നവൻ ആത്മാവിൽ കൊലപാതകിയാണ്. അങ്ങനെയുള്ളവരിൽ പരിശുദ്ധാരൂപിക്ക് വസിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ക്രിസ്ത്യാനിറ്റീനെ കുറിച്ചല്ല പറയുന്നത്, ബേസിക് ക്രിസ്ത്യാനിറ്റീനെ കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാതെ, അൺകണ്ടീഷണലായി മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാതെ നമുക്ക് ക്രിസ്തു മക്കളായി തുടരുക അസാധ്യമാണ്. അത് വെറുതെ പ്രകടനങ്ങളിലേക്കും പ്രഹസനങ്ങളിലേക്കും ഷോമാൻഷിപ്പിലേക്കുമൊക്കെ നയിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സഹോദരരെ, മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഈ വചനങ്ങൾ ഉയർത്തുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ നമ്മിൽ സ്നേഹം കുടികൊള്ളണം. ആ സ്നേഹം നമുക്ക് കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. കർത്താവിലേക്ക് തിരിയുന്നവന്, സ്വന്തം ജീവൻ കർത്താവിന് ഭരമേൽപ്പിച്ചവന്, എല്ലാ കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുന്നവന്, അവനിൽ ഈ സ്നേഹം കുടികൊള്ളും. അവന് ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. ഈ ലോകത്തിൻ്റെ ചിന്തകൾ മാത്രം പേറി ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരെ അൺകണ്ടീഷണലായി സ്നേഹിക്കുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം ക്രിസ്തുവിൽ നിലനിൽക്കുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ സഹായകനെ ലഭിച്ചിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ തുറവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ക്രിസ്തു അനുയായികളായി പരസ്പരം സ്നേഹിച്ചും സേവിച്ചും ജീവിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.